ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസ്സാലി റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് തന്റെ കിതാബിൽ വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. എന്താണ് 6 വിഭാഗം ആളുകൾ വിചാരണയൊന്നുമില്ലാതെ തന്നെ നരകത്തിലേക്ക് കടക്കുന്നു. വിചാരണയ്ക്കും 1 വർഷം മുന്നേ അവർ വിചാരണയൊന്നും കൂടാതെ ആഖിറത്തിന്റെ മറ്റ് കടമ്പകളൊന്നും കാണാതെ അവർ ഡയറക്റ്റ് നരകത്തിലേക്ക് പോകുന്നു. ഒരു ചോദ്യമോ ഒരു പറച്ചിലോ ഒന്നുമില്ല. വല്ലാത്ത ദുർഘടമായ ഒരവസ്ഥയാണത്. ജീവിതത്തിൽ ചെയ്തിട്ടുള്ള നന്മകളെ കുറിച്ചൊന്നും ചോദ്യമില്ല, തിന്മകളെ കുറിച്ചും ചോദ്യമില്ല. മരിച്ച് ഖബറിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ആഖിറത്തിലേക്ക് പുനർജന്മത്തിന്റെ ആ നാളുകളിൽ ഖബറിൽ നിന്ന് ഡയറക്റ്റ് നരകത്തിലേക്ക് പോകുന്ന ആളുകളെ കുറിച്ചാണ് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പറഞ്ഞത്. ആ 6 വിഭാഗം ആളുകളിൽ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു, ഒന്നാമത്തെ വിഭാഗം അൽ ഉമറാഉ ബിൽ ജൗർ, അനീതിയോടുകൂടി ഭരണം കാഴ്ചവെക്കുന്ന ഏതൊരു ഭരണാധികാരി, അക്രമത്തോടുകൂടി അനീതിയോടുകൂടി ഭരണം കാഴ്ചവെക്കുക, നേതൃത്വം കൊടുക്കുക. നേതാക്കന്മാരും അതിൽ പെടും. കുറെ അണികളുള്ള നേതാക്കന്മാർ, ആ നേതാക്കന്മാർ അവരുടെ അണികൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം, ശരിയായത് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം ഈ അണികളെ അവരെ പ്രകോപിപ്പിച്ച് ഓപ്പോസിറ്റ് പ്രസ്ഥാനത്തിനോടും സംഘടനകളോടും വിദ്വേഷവും വൈരാഗ്യവുമൊക്കെ മനസ്സിൽ നിറച്ചുകൊടുത്ത് ളുൽമിന്റെ, അക്രമത്തിന്റെ വഴിയെ നടത്തിക്കുന്ന നേതാക്കന്മാരായ ആളുകൾ, അവരും ഈ ഒരു വിഭാഗത്തിൽ പെടും. നമ്മുടെ ഒക്കെ നേതൃസ്ഥാനത്തെ കുറിച്ച്, പദവികളെ കുറിച്ച്, ഇതെല്ലാം ആര് തരുന്നതാണ്? ഈ പദവിയും നേതൃസ്ഥാനങ്ങളുമൊക്കെ ആളുകൾ നമുക്ക് ഇലക്ഷനിലൂടെ വോട്ട് ചെയ്ത് നമ്മളെ ജയിപ്പിക്കുന്നു. അത് പള്ളി പ്രസിഡന്റ് സ്ഥാനത്തേക്കാണെങ്കിലും സെക്രട്ടറി സ്ഥാനത്തേക്കാണെങ്കിലും, അതെല്ലാം രാജ്യത്തിന്റെ മറ്റ് ഉന്നതമായ സ്ഥാനമാനങ്ങളിലേക്കൊക്കെ ആണെങ്കിലും ആ സ്ഥാനമാനങ്ങൾ നമുക്ക് ലഭിക്കുന്നത് അല്ലാഹു തആലയാണ് നമുക്ക് ഏൽപ്പിച്ചു തരുന്നത്. ഈ സ്ഥാനമാനങ്ങളെ കുറിച്ച് തീർച്ചയായും നാളെ നമ്മളോട് ചോദിക്കപ്പെടും. എന്നാൽ ആ സ്ഥാനമാനങ്ങൾ കൃത്യമായ രൂപത്തിൽ ഉപയോഗിക്കാതെ അനുയായികൾക്കും അണികൾക്കും തെറ്റായ ബോധം നൽകി തെറ്റായ അക്രമപരമായ മാർഗത്തിലൂടെ നയിച്ച നേതാക്കന്മാർ, അവർക്ക് ആഖിറത്തിൽ ചോദ്യമോ പറച്ചിലോ ഒന്നുമില്ല. ഡയറക്റ്റ് അവർക്ക് നരകമാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. ഇനി രണ്ടാമത്തെ വിഭാഗം, വിചാരണയൊന്നുമില്ലാതെ നരകത്തിലേക്ക് കടക്കുന്ന ഈ രണ്ടാമത്തെ വിഭാഗം ഏതാണ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വൽ അറബു ബിൽ അസബിയ. വൽ അറബു, അറബികളാണ്. അവിടെ അന്നത്തെ കാലത്തെ ആ അറബികൾ, അവരെ കുറിച്ച് മാത്രമല്ല ഇവിടെ പ്രതിപാദിക്കുന്നത്. വൽ അറബു എന്ന് പറഞ്ഞാൽ അറബികൾ. അറബികൾ എന്തുകൊണ്ടാണ് വിചാരണയില്ലാതെ നരകത്തിലേക്ക് പോകുന്നത്? ബിൽ അസബിയ, വർഗീയത കാരണത്താൽ. വർഗീയത, അതായത് ഞമ്മന്റെ പാർട്ടിക്കാര് എന്ത് ചെയ്താലും കുഴപ്പമില്ല, അതിന് എക്സ്ക്യൂസുകളുണ്ട്. ഓപ്പോസിറ്റ് പാർട്ടിക്കാരോ സംഘടനക്കാരോ അല്ലെങ്കിൽ പ്രതിപക്ഷമോ എന്ത് ചെയ്താലും അതിൽ എന്താണ് വിധികൾ പുറപ്പെടുവിക്കുക, അതിന് പ്രതികരിക്കുക, അതിനെതിരെ കേസെടുക്കുക. അപ്പൊ ഇങ്ങനെ, അതായത് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യത്യസ്തമായ
പാർട്ടികളായാലും സംഘടനകളാണെങ്കിലും, ഇനി അതല്ല വ്യത്യസ്തമായ കുടുംബങ്ങളാണെങ്കിലും, ചിലർ അങ്ങനെ ഉണ്ടല്ലോ, കുടുംബക്കാര് തെറ്റ് ചെയ്താൽ കുഴപ്പമില്ല, അവൻ എന്റെ ഇന്ന കുടുംബത്തിലെ എന്റെ ഇന്ന ആളുടെ മകനാണ്, അതുകൊണ്ട് ഒരു എക്സ്ക്യൂസ് ചെയ്ത് വിട്ടേക്കണേ എന്ന് നമ്മൾ ഇവിടെ ഇരുന്നു കൊണ്ട് ഉദ്യോഗസ്ഥരോട് വിളിച്ചു പറയാം. ഒരാളെ അറസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ ഒരാളെ പിടിക്കപ്പെട്ടു, അപ്പോ അയാൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുകയാണ്. എന്തു പറഞ്ഞ്? അയാൾ എന്റെ കുടുംബക്കാരനാണ്, അല്ലെങ്കിൽ എന്റെ പാർട്ടിയുടെ ആളാണ്, ഇന്ന ആളുടെ കുടുംബക്കാരനാണ്, അതുകൊണ്ട് അയാൾക്ക് ശിക്ഷാ നടപടികളൊന്നും വേണ്ട, അയാളെ അങ്ങ് വെറുതെ വിട്ടേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ ഒഴിവാക്കി വിടുക. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി, ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ നമുക്കിടയിൽ തന്നെ കാണാൻ കഴിയും. അല്ലാഹു തആലയാണ് വ്യത്യസ്തമായ കുടുംബങ്ങളും ഗോത്രങ്ങളും ഒക്കെ അല്ലാഹു തആലയാണ് സംവിധാനിച്ച് തന്നത്. പക്ഷേ ഈ വ്യത്യസ്തമായ കുടുംബങ്ങളും ഗോത്രങ്ങളും ഒക്കെ നമുക്ക് നൽകിയ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുന്നു, ആ കുടുംബവും ഗോത്രവും ഒന്നുമല്ല പരിഗണിക്കുന്നത്. പിന്നെയോ അല്ലാഹുവിന്റെ അടുക്കൽ ഇതെല്ലാം തുല്യമാണ്. നിങ്ങൾ ഏത് പാർട്ടിക്കാരനാണെങ്കിലും, നിങ്ങൾ ഏത് സംഘടനക്കാരനാണെങ്കിലും, ഏതു കുടുംബക്കാരനും ഏത് ഗോത്രക്കാരനാണെങ്കിലും അല്ലാഹുവിന്റെ അടുക്കൽ എല്ലാം സമം തന്നെയാണ്. അല്ലാഹുവിന്റെ അടുക്കൽ അല്ലാഹു തആല വെക്കുന്ന അളവുകോൽ എന്താണ്? ശ്രേഷ്ഠതയുടെ അളവുകോൽ. ആർക്കാണ് ശ്രേഷ്ഠത, ആർക്കാണ് ശ്രേഷ്ഠത ഇല്ലാത്തത് എന്ന ആ ഒരു അളവുകോൽ അല്ലാഹു തആല വെക്കുന്നത് ഹുവ തഖ്വ, തഖ്വയ്ക്കാണ്. തഖ്വയുണ്ടോ എന്നതാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. തഖ്വയുണ്ടോ? ഉണ്ടെങ്കിൽ രക്ഷപ്പെടാം. നീ അല്ലാതെ ഏത് പാർട്ടിക്കാരനാണ് എന്ന ചോദ്യം അവിടെയില്ല. നീ ഏത് കുടുംബക്കാരനാണ്, ഏത് ഗോത്രക്കാരനാണ്, ഇതൊന്നും ചോദ്യമില്ല. നിന്റെ കുടുംബവും ഗോത്രവും ഒക്കെ അല്ലാഹു തആല നിനക്ക് തന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. അല്ലാഹുവിന്റെ അടുക്കൽ മാന്യത, അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യത, അല്ലാഹുവിന്റെ അടുക്കൽ അംഗീകാരം ലഭിക്കുന്നത് തഖ്വയോടുകൂടി ജീവിച്ചവർ ആരാണ്, റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ചവർ ആരാണ്, അത് മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നത്. അപ്പോ ഒരു മനുഷ്യൻ മനസ്സിലാക്കേണ്ടത്, ചിന്തിക്കേണ്ടത് എന്താണ്? അവന്റെ കുടുംബവും ഗോത്രവും അല്ലാഹു തആല നൽകിയ ഒരു ഐഡന്റിറ്റി മാത്രമാണ്. ഒരു തിരിച്ചറിയാൻ വേണ്ടി ഉള്ള ഒരു ഐഡന്റിറ്റി മാത്രമാണ്. അതല്ലേ അല്ലാഹു പരിശുദ്ധമായ ഹദീസിൽ നമുക്ക് കാണാം, വകുല്ലുക്കും മിൻ ആദം. നിങ്ങളൊക്കെ ആദമിന്റെ മക്കളാണ്. മുസ്ലിമോ ക്രിസ്ത്യാനിയോ ഹിന്ദുവോ, അല്ലെങ്കിൽ മുസ്ലിംസിൽ തന്നെ ഇന്ന സംഘടനക്കാരനോ ഇന്ന ഗ്രൂപ്പുകാരനോ ഇന്ന പാർട്ടിക്കാരനോ, എല്ലാവരും മനുഷ്യരായി പിറന്നവർ മുഴുവനും കുല്ലുക്കും, നിങ്ങളെല്ലാം അതിനകത്ത് എല്ലാവരും പെട്ടു. ഇന്ന മനുഷ്യനെന്ന് പറഞ്ഞില്ല, ഇന്ന ജാതിക്കാരനെന്ന് പറഞ്ഞില്ല, ഇന്ന വർണ്ണക്കാരനെന്ന് പറഞ്ഞില്ല, ഇന്ന കുടുംബക്കാരനെന്ന് പറഞ്ഞില്ല. വലിയ ഹൈ ക്ലാസ് ബെൻസിൽ പോകുന്നവനും ഒരു സൈക്കിളുമേ ചവിട്ടി പോകുന്നവനും എല്ലാം മിൻ ആദം, ആദമിൽ നിന്ന് വന്നവരാണ്. ആദമോ അലൈഹിസ്സലാം, ആദം നബി അലൈഹിസ്സലാം മിൻ തുറാബ്, മണ്ണിൽ നിന്ന് പടയ്ക്കപ്പെട്ടതാണ്. മനുഷ്യന്റെ നിസ്സാരത ആ ഒരു പറച്ചിലിൽ തന്നെ കാണാം. പണത്തിന്റെ പേരില്, അധികാരത്തിന്റെ പേരില്, പവറുകളുടെ പേരില് അഹങ്കരിക്കുന്ന മനുഷ്യരെ, നിങ്ങളെല്ലാം ആദമിൽ നിന്ന് വന്നവരാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ഡംബ് നടിക്കാൻ പറ്റുമോ? ആദമിൽ നിന്ന് വന്നവരാണ് ഞങ്ങൾ എന്ന് പറഞ്ഞ് അഹങ്കാരം നടിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം ആദമോ മിൻ തുറാബ്, വെറും മണ്ണിൽ നിന്നാണ് ആദമിനെ പടയ്ക്കപ്പെട്ടത്.
ഒന്ന് ചിന്തിച്ചു നോക്ക്, നമ്മളൊക്കെ ഒന്ന് ആലോചിച്ചു നോക്ക്. അതുകൊണ്ട് നമുക്ക് എങ്ങനെ ഇവിടെ വർഗീയത കാണിക്കാൻ കഴിയും? ഞാൻ ഇന്ന പാർട്ടി, ഞാൻ ഇന്ന ഗ്രൂപ്പ്, അല്ലെങ്കിൽ അതെന്റെ കുടുംബം, അതെന്റെ ഗോത്രം, ഞാൻ ഇന്ന ഹെവി ലൈഫിൽ കഴിയുന്ന ആളാണ്, ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അള്ളാഹുവിന്റെ അടുക്കൽ നമ്മൾ എല്ലാവരും എന്ത് തന്നെയാണ്? സമന്മാർ തന്നെയാണ്. പിന്നെ റബ്ബ് നോക്കുന്ന, റബ്ബ് മാർക്കിടുന്നത് എവിടെയാണ്? തഖ്വയാണ്, നമ്മുടെ ഖൽബിലേക്കാണ്. അതുകൊണ്ടാണ് മഹത്തുക്കൾ പറഞ്ഞത്, ഹദീസിൽ തന്നെ നമുക്ക് കാണാം, അൽ ഖൽബു മൻളറുർ റഹ്മാൻ, അള്ളാഹുവിന്റെ നോട്ടസ്ഥലം നമ്മുടെ ഹൃദയമാണ്. ഈ ഹൃദയത്തിലേക്കാണ് പടച്ചവൻ നമ്മളെ നോക്കുന്നത്. ഞാൻ ഈ പുറമേ ധരിച്ചിരിക്കുന്ന കുപ്പായത്തിലേക്കോ, എന്റെ തലപ്പാവിലേക്കോ, എന്റെ വേഷവിധാനത്തിലേക്കോ, എന്റെ വീടിന്റെ തൊട്ടു ഫ്രണ്ടിൽ മതിലിൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന എന്റെ വിലാസത്തിലേക്കോ ഇതൊന്നുമല്ല. ചില ഫോമുകൾ നമ്മൾ പൂരിപ്പിക്കുമ്പോ നാഷണാലിറ്റി ചോദിക്കും. നമ്മളൊക്കെ ഇന്ത്യക്കാരാണെന്ന് പറയും. ചില സ്ഥലത്ത് മതം ചോദിക്കും, അപ്പൊ നമ്മൾ മുസ്ലിം എന്ന് പറയും, അല്ലേ? അപ്പം ഇതൊന്നും റബ്ബ് ചോദിക്കൂല. അല്ലാഹു തആല നോക്കുന്നത്, അവൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് എവിടേക്കാണ്? നമ്മുടെ ഖൽബിലേക്കാണ്, ഹൃദയത്തിലേക്കാണ്. അതുകൊണ്ട് നമ്മൾ നന്നാക്കേണ്ടുന്നതും ആ ഹൃദയമാണ്. ശരീരത്തിന്റെ പുറമെ എത്ര സോപ്പിട്ട് മിനുക്കിയിട്ടും കാര്യമില്ല, ഖൽബ് നന്നാക്കണം. പള്ളിയിൽ കയറുന്നത്, ഹജ്ജിന് പോകുന്നത്, ഉംറ ചെയ്യുന്നത്, നോമ്പെടുക്കുന്നത്, സകാത്ത് കൊടുക്കുന്നത്, ഇതെല്ലാം ഹൃദയ വിശുദ്ധിക്ക് വേണ്ടിയിട്ടാണ്, ഹൃദയത്തെ സംസ്കരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്, ഹൃദയത്തിന്റെ ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, 6 വിഭാഗം ആളുകൾ വിചാരണയൊന്നുമില്ലാതെ നരകത്തിലേക്ക് പോകും. അതിൽപ്പെട്ട രണ്ടാമത്തെ വിഭാഗം വൽ അറബു ബിൽ അസബിയ, വർഗീയത കാരണത്താൽ ഗോത്രമഹിമയും കുടുംബമഹിമയും പറഞ്ഞ് ഡംബ് നടിച്ച് നടന്ന് തെറ്റുകൾക്ക്, അക്രമങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന ആളുകൾ എന്നും നമുക്കതിന് പറയാം. തെറ്റുകൾക്ക് കൂട്ടുനിൽക്കുക. മകൻ തെറ്റ് ചെയ്തു, മകൾ തെറ്റ് ചെയ്തു, റബ്ബിന് പൊരുത്തപ്പെടാത്ത ഇസ്ലാമിക വിരുദ്ധമായ ഒരു സംഗതിയിൽ എന്റെ മകൻ അല്ലെങ്കിൽ എന്റെ മകൾ ഏർപ്പെട്ടു. അപ്പൊ പിന്നെ ഞാൻ അതിനെ ന്യായീകരിക്കുകയാണ്. ഒരിക്കലും പാടില്ല. ഇതാണ് കഴിഞ്ഞ ദിവസത്തെ ഹദീസിൽ നമ്മൾ പറഞ്ഞില്ലേ, പൊന്നാര മുത്തുനബി തങ്ങള് അതുപോലത്തെ ഒരു നേതാവ് വേറെ ഏതാണ്? മുത്തുനബി തങ്ങളെ പോലത്തെ ഒരു നേതാവ്, വലിയ കുടുംബക്കാരൻ, അധികാരങ്ങളുള്ള, സർവ്വതുമുള്ള പൊന്നാര മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ തങ്ങൾ എന്താണ് സഹാബത്തിനോട് പറഞ്ഞത്? സഹാബത്തെ, ലൗ അന്ന ബിന്ദി ഫാത്തിമ, എന്റെ പൊന്നുമോള് ഫാത്തിമയാണ് മോഷണം നടത്തിയിട്ടുള്ളത് എങ്കിൽ അതെന്റെ മോളല്ലേ എന്ന് പറഞ്ഞ് ഞാൻ മാറ്റി നിർത്തൂല, പൊരുത്തപ്പെട്ടു കൊടുക്കൂല. പിന്നെയോ ലക്കത്താഴത്ത് ഐദിയഹ, ആ ഫാത്തിമാന്റെ കയ്യ് ഞാൻ മുറിച്ചു കളയും. അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് പഠിപ്പിച്ചില്ലേ? അപ്പൊ തെറ്റുകൾക്ക് കൂട്ടുനിൽക്കരുത്. ഭാര്യ തെറ്റ് ചെയ്താലും, മക്കള് തെറ്റ് ചെയ്താലും, പിന്നല്ലേ കുടുംബത്തിലുള്ളവർ, പിന്നല്ലേ സ്വന്തം പാർട്ടിയിലുള്ള അണികൾ, പിന്നെയല്ലേ സ്വന്തം സംഘടനയിലെ ആളുകൾ. അവരെ കൊണ്ട് നമുക്ക് എന്ത് നേട്ടങ്ങളുണ്ടെങ്കിലും, ഇപ്പൊ സംഘടനയിൽപ്പെട്ട ആളുകൾക്ക് അവരെ കൊണ്ട് നമുക്ക് വലിയ നേട്ടമുണ്ടാകും. അവർ വലിയ പ്രഭാഷകരായിരിക്കാം, വലിയ പ്രവർത്തകരായിരിക്കാം, അവരുടെ പിന്നിൽ ഒരുപാട് അണികൾ ഉണ്ടായിരിക്കാം. എന്നാലും അവർ തെറ്റ് ചെയ്യുമ്പോൾ, തെറ്റ് പറയുമ്പോൾ, തെറ്റുകൾ ആവർത്തിക്കുമ്പോൾ, അക്രമങ്ങൾ അഴിച്ചുവിടുമ്പോൾ അതിന് കൂട്ടുനിൽക്കാതെ തെറ്റിനെ തെറ്റായി കാണാൻ കഴിയണം. ഇല്ലെങ്കിൽ നമ്മളെ കാത്തിരിക്കുന്നത് നരകമായിരിക്കും. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ.
ചുരുക്കി പറയാം, മൂന്നാമത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിചാരണയില്ലാതെ നരകത്തിലേക്ക് കടക്കുന്ന മൂന്നാമത്തെ വിഭാഗത്തെ കുറിച്ച് പറയുന്നു. ചില നാട്ടുമൂപ്പന്മാരായ ആളുകൾ എല്ലാ നാടുകളിലും ഉണ്ടാവും. നാട്ടിലെ കുറച്ച് പ്രമാണിമാരായ ആളുകൾ, അവർക്ക് നാട്ടിൽ പലതരത്തിലുള്ള അംഗീകാരങ്ങൾ ഉണ്ടാകാം, പലതരത്തിലുള്ള സ്വീകാര്യത ഉണ്ടാകാം. ഒരുപക്ഷെ അവർ നല്ല പള്ളിയിൽ ഒരുപാട് കാലം ജമാഅത്ത് പ്രസിഡന്റ് ആയിട്ടിരുന്നവരാകാം, സെക്രട്ടറി ആയിട്ടിരുന്നവരാകാം, കുറെ കാലം വാർഡ് മെമ്പർ ആയിട്ടിരുന്ന ആളാകാം, അതല്ലെങ്കിൽ നാട്ടിലെ വലിയ സമ്പന്നനാകാം, ആളുകളെയൊക്കെ സഹായിക്കുന്ന, ആളുകൾക്കൊക്കെ സ്വതക്ക കൊടുക്കുന്ന, നാട്ടിലെ മിക്ക പ്രശ്നങ്ങളിലും പരിഹാരം കാണുന്ന, എല്ലാ വിഷയങ്ങൾക്കും ഇടപെടുന്ന ഒരാളായിരിക്കാം. അങ്ങനത്തെ ആളുകൾക്കാണ് അവരും നരകത്തിലാണ്, അവരും വിചാരണ ഒന്നുമില്ലാതെ നരകത്തിലാണ്. എന്തേ കാരണം? എന്തുകൊണ്ടാണ് അവർ നരകത്തിൽ പോകുന്നത്? കിബിറ് കാരണത്താൽ. കിബിറ് കാരണത്താൽ. ചില ആളുകൾക്ക് അങ്ങനെ ഒരു ധാരണയുണ്ട്, ഞാനുണ്ടെങ്കിലേ ആ മീറ്റിംഗ് നടക്കുകയുള്ളൂ, ഞാനുണ്ടെങ്കിലേ ആ യോഗം നടക്കുകയുള്ളൂ, ഞാനുണ്ടെങ്കിൽ ആ പരിപാടി തന്നെ അവിടെ നടക്കുള്ളൂ, ഇന്ന പരിപാടി നടക്കണമെങ്കിൽ, ഇന്ന ഉദ്ഘാടനം നടക്കണമെങ്കിൽ ഞാൻ കൂടി പോണം, ഞാൻ പോയില്ലെങ്കിൽ അതൊന്നും നടക്കൂല, അതുകൊണ്ട് ഞാൻ കുറച്ച് വെയിറ്റ് ഇട്ട് ഞാൻ കുറച്ചൊന്ന് മാറി നിൽക്കാം, കുറെ കഴിഞ്ഞിട്ട് കയറി പോകാം. അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന എത്ര എത്ര ആളുകളുണ്ട് അല്ലേ? എന്റെ പേര് നോട്ടീസ് അടിച്ചപ്പോ എന്റെ പേര് അതിൽ വന്നില്ല, പ്രോഗ്രാം നോട്ടീസിൽ എന്റെ പേര് വന്നില്ല. ആ നോട്ടീസ് അടിച്ച അച്ചടി പെശക് കൊണ്ടോ മാറ്റർ എഴുതി കൊടുത്ത ആളിന്റെ ഓർമ്മക്കുറവ് കൊണ്ടോ സംഭവിച്ചതാകാം. മനഃപൂർവം ആ പേര് ഒഴിവാക്കിയതല്ല. എന്നാലും എന്റെ പേരില്ലാത്തത് കൊണ്ട് ആ പ്രോഗ്രാമിനെ തന്നെ ഞാൻ ബഹിഷ്കരിക്കുകയാണ്, ആ പരിപാടി തന്നെ ഞാൻ പൂർണ്ണമായി ഒഴിവാവുകയാണ്. ഇങ്ങനെ ചിന്തിക്കുന്ന എത്ര എത്ര ആളുകളുണ്ട്. അത് മാത്രമല്ല, അവരുടെ ഈ അധികാരത്തിന്റെ അല്ലെങ്കിൽ ഈ സ്വീകാര്യതയുടെ പവർ വെച്ചുകൊണ്ട് എന്തെല്ലാം കുഴപ്പങ്ങൾ നാട്ടിലുണ്ടാക്കുന്നു, എന്തെല്ലാം പ്രശ്നങ്ങൾ നാട്ടിലുണ്ടാക്കുന്നു. അതേപോലെ പള്ളികളിൽ, ചില പള്ളികളിലൊക്കെ നിസ്കരിക്കാൻ കയറുമ്പോ നിസ്കാരക്കാരായ ചില സ്ഥിരം വരുന്ന ആളുകൾ, അവരായിരിക്കും ഫ്രണ്ട് സഫിലുണ്ടാവുക. അള്ളാഹു നിസ്കാരങ്ങളൊക്കെ കബൂൽ ചെയ്യുമാറാകട്ടെ. അപ്പോ ചില സ്ഥലങ്ങളിൽ കാണാൻ കഴിയും അവരുടേതായ ആ സ്ഥിരമായിട്ട് വരുന്നതിൻ്റെതായ ഒരു അഹങ്കാര മനോഭാവം. നിസ്കരിക്കാൻ വരുന്ന കൽബ് നന്നാക്കാനാണ്. ഇവിടെ നിസ്കരിക്കാൻ വന്നിട്ട് കൽബ് നന്നായില്ല, കൽബ് ഒന്നും കൂടി ബടക്കായതേ ഉള്ളൂ, ഹൃദയം ഒന്നുകൂടി ചീത്തയായതേ ഉള്ളൂ. പള്ളിയിൽ പുതിയ ഒരാൾ വന്നു, അയാൾ ഈ നാട്ടുകാരനല്ല, ഒരു യാത്ര പോകാൻ വേണ്ടി വന്നതാണ്. അപ്പൊ അയാള് വണ്ടിയിൽ നിന്ന് നിസ്കരിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോ അയാളുടെ ചെറിയ കുട്ടി കരഞ്ഞു അയാളുടെ കൂടെ പള്ളിയിൽ വരാൻ വേണ്ടി. അപ്പൊ അയാൾ ആ കുട്ടീനെയും കൊണ്ട് എന്ത് ചെയ്തു? പള്ളിയിലേക്ക് കയറി. പള്ളിയിലേക്ക് കയറി അയാൾ നിസ്കരിച്ചു. നിസ്കാരത്തിനിടയിൽ ഈ കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി, അല്ലെങ്കിൽ ഒന്ന് കരഞ്ഞു, അല്ലെങ്കിൽ ഒന്ന് ബഹളം വെച്ചു. ചെറിയ കുട്ടികളെ, വകതിരിവാകാത്ത കുട്ടികളെ പള്ളിയിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്ന നിയമങ്ങളൊക്കെയുണ്ട്. പക്ഷെ ഇയാളുടെ സാഹചര്യം കൊണ്ട് ഇയാൾ ഈ കുട്ടീനെയും പള്ളിയിൽ കയറ്റേണ്ടി വന്നു. കുട്ടി ബഹളമുണ്ടാക്കി, ഓടിക്കളിച്ചു. നിസ്കാരം കഴിഞ്ഞിട്ട് ഈ നാട്ടുമൂപ്പന്മാരായ ആളുകൾ, അല്ലെങ്കിൽ നിസ്കാര തൊഴിലാളികളായ ഈ ആളുകൾ ഒക്കെപ്പാടെ ഇയാളുടെ മെക്കിട്ട് കയറാൻ പോയി. പ്രശ്നങ്ങളായി, ബഹളമായി. ഇങ്ങനെ എത്രയെത്ര പള്ളികളിൽ സംഭവങ്ങൾ നടന്നിരിക്കുന്നു. അപ്പോ കിബിർ കാരണത്താൽ നാട്ടുമൂപ്പന്മാരായ ആളുകൾ, നാട്ടിലെ മേൽക്കോയ്മ അവകാശപ്പെടുന്ന ആളുകൾ, അവർ നരകത്തിലാണ്. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. കിബിർ അള്ളാഹുവിന്റെ മേൽത്തട്ടമാണ്. നമുക്കാർക്കും കിബിർ നടിക്കാൻ അവകാശമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, മൻ കാന
ഫീ ഖൽബിഹി മിസ്ഖാലു ഹബ്ബത്തിൻ മിൻ കിബ്ർ, ഹൃദയത്തില് ഒരു അണുമണി തൂക്കം കിബറുള്ള മനുഷ്യൻ സ്വർഗത്തിൽ കടക്കൂല, അവന് സ്വർഗത്തിൽ കടക്കാൻ കഴിയൂല. ഈ അണുമണി എന്ന് പറഞ്ഞാൽ എത്ര അണുമണി? ചെറിയ കടുക്, ആ കടുകിനെക്കാട്ടിലും ചെറിയ രൂപത്തിൽ കിബർ, അഹങ്കാരം നമ്മുടെ ഖൽബിലുണ്ടെങ്കിൽ സ്വർഗത്തിൽ കടക്കാൻ പറ്റൂല. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുതകബ്ബിരീന, കിബറുള്ളവരെ പടച്ചവന് ഇഷ്ടമല്ല. കിബറുള്ളവൻ എത്ര പ്രാർത്ഥിച്ചാലും അല്ലാഹു ആ പ്രാർത്ഥന സ്വീകരിക്കൂല. എന്തിന്റെ പേരിലാണ് നമ്മൾ കിബർ നടിക്കേണ്ടത്? പണത്തിന്റെ പേരിലോ അധികാരത്തിന്റെ പേരിലോ? ഇവിടെ എത്ര എത്ര അധികാരികൾ വന്നുപോയി, അവരൊക്കെ അവരുടെ അധികാരങ്ങൾ വെച്ചൊഴിഞ്ഞു പോയില്ലേ? മണ്ണിനടിയിൽ പോയവർ, അതല്ല അധികാരത്തിന്റെ പീരീഡ് കഴിഞ്ഞപ്പോ വേറെ ആളുകൾ ആ അധികാരം കൈയടക്കപ്പെട്ടു. അപ്പൊ ദുനിയാവിലെ അധികാരങ്ങളൊന്നും ശാശ്വതമല്ല. പിന്നെന്തിനു നമ്മൾ കിബർ നടിക്കണം? ജമാഅത്തിന്റെ സെക്രട്ടറി സ്ഥാനം കിട്ടി, പ്രസിഡന്റ് സ്ഥാനം കിട്ടി, അല്ലെങ്കിൽ ജമാഅത്തിന്റെ ട്രഷറർ സ്ഥാനം കിട്ടി, അല്ലെങ്കിൽ നാടിന്റെ മെമ്പർ സ്ഥാനം, മന്ത്രി സ്ഥാനം, MLA സ്ഥാനം ഒക്കെ കിട്ടി. അപ്പൊ അതിന്റെ പേരിൽ കിബർ നടിക്കാൻ എന്തവകാശം? കാരണം ഇതൊക്കെ 1 വർഷമോ 2 വർഷമോ കഴിയുമ്പോ വെച്ചൊഴിയേണ്ടുന്നതായ കസേരകളാണ്. ഇന്നല്ലെങ്കിൽ നാളെ അവിടെ നിന്ന് മാറിക്കൊടുക്കണം. അടുത്ത ആൾക്ക് ഇരിക്കേണ്ട സ്ഥലമാണ്, നിന്റെ സ്ഥലമല്ല, അല്ലേ? ഇങ്ങനെയാണ് യാഥാർത്ഥ്യമെങ്കിൽ പിന്നെ നമ്മൾക്ക് എങ്ങനെയാണ് കിബർ നടിക്കാൻ കഴിയുക? സംഘടനയുടെ സ്ഥാനം, പ്രസിഡന്റ് സ്ഥാനം, സെക്രട്ടറി സ്ഥാനം, അപ്പൊ ഇതൊക്കെയും നമ്മൾ ഒഴിയേണ്ടതാണ്. ഇതൊന്നും ശാശ്വതമല്ല. പിന്നെന്തിനു നമ്മൾ ആ സ്ഥാനത്തിന്റെ പേരില്, ആ സ്ഥാനം ഉണ്ട് എന്നതിന്റെ പേരില് കിബർ നടിക്കണം നമ്മൾ? അല്ലാഹു തആല നമ്മുടെ ഖൽബിൽ കിബറില്ലാത്ത ഖൽബ് അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തആല കിബറുള്ളവരെ ഇഷ്ടം വെക്കുന്നില്ല എന്ന് മാത്രമല്ല, ഹദീസിൽ വ്യക്തമായി നമുക്ക് കാണാം, മൻ തവാലഅ, വിനയം കാണിക്കുന്ന ആളുകൾ, ആരെങ്കിലും വിനയം കാണിച്ചാൽ അല്ലാഹു തആല അവനെ ഉയർത്തുക തന്നെ ചെയ്യും. അവൻ എത്ര താഴ്ന്നവനാണെങ്കിലും, എത്ര ലോ ക്ലാസ്സിൽ കഴിയുന്നവനാണെങ്കിലും, വിനയം അവന്റെ ജീവിതത്തിലുണ്ടോ, ഉണ്ട് എങ്കിൽ അല്ലാഹു തആല അവനെ ഉന്നതമായ സ്ഥാനത്തിലേക്ക് അല്ലാഹു തആല ഉയർത്തും. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, വമൻ തകബ്ബറ, ആരെങ്കിലും കിബർ നടിച്ചാൽ, അഹങ്കാരം നടിച്ചാൽ അല്ലാഹു തആല അല്ലാഹു അവനെ അടിച്ചമർത്തുക തന്നെ ചെയ്യും. അവൻ എത്ര ഉന്നതമായ സ്ഥാനത്തിരിക്കുന്നവനാണെങ്കിലും, വലിയ പദവികൾ അലങ്കരിക്കുന്നവനാണെങ്കിലും, അവന്റെ കിബർ കാരണം അല്ലാഹു തആല അവനെ അടിച്ച് അമർത്തുക തന്നെ ചെയ്യും. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുന്നു, വൽ കിബ്രിയാഉ ജബറൂതി, കിബ്രിയാ, അഹങ്കാരം നടിക്കുക എന്നത് അള്ളാഹുവിന്റെ മേൽത്തട്ടമാണ്. അത് പടപ്പുകൾക്ക് പാടില്ലാത്തതാണ്. അള്ളാഹുവിനെ അഹങ്കരിക്കാം. കാരണം എന്താണ്? ഇതെല്ലാം അള്ളാഹുവിൻ്റെതാണ്, മുഴുവനും അള്ളാഹുവിൻ്റെതാണ്. അള്ളാഹുവിൻ്റെതല്ലാത്തതൊന്നും ഇവിടെ ഇല്ല. ഈ ലോകവും ലോകത്തിലുള്ളതും എല്ലാം അള്ളാഹുവിൻ്റെതാണ്. അപ്പൊ ഉടമസ്ഥൻ എന്ത് ചെയ്യാം? അഹങ്കാരം നടിക്കാം. നമ്മൾ ഒന്നിന്റെയും ഉടമസ്ഥത നമുക്കില്ല. വീടിന്റെയോ വാഹനത്തിന്റെയോ പണത്തിന്റെയോ ഒന്നും ഉടമസ്ഥാവകാശം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കില്ല. അതൊക്കെ റബ്ബിനുള്ളതാണ്. അപ്പൊ ഉടമസ്ഥാവകാശമില്ലാത്ത ഒരു സംഗതി, അതുകൊണ്ട് നമുക്ക് കിബർ നടിക്കാൻ യാതൊരുവിധ വകുപ്പും ഇല്ല. ഉടമസ്ഥത ഉണ്ടെങ്കിൽ, സ്വന്തമാണെങ്കിൽ കിബർ നടിച്ചോളൂ. ഇവിടെ ആർക്കാണ്, ഏതാണ് ഉടമസ്ഥ? ഞാൻ ഇട്ടിരിക്കുന്ന കുപ്പായോ, ഈ ഇട്ടിരിക്കുന്ന കുപ്പായമോ ആരോ തയ്ച്ച് അവരിൽ നിന്ന് ഞാൻ വാങ്ങിച്ചു, നാളെ ഇത് ഊരി മാറ്റണം, ഇത് എന്റേതല്ല, ഇത് ഞാൻ ഒഴിവാക്കും, എന്റെ തലപ്പാവ് ഒഴിവാക്കും. പിന്നെ ആരോ വാങ്ങിച്ചു തരുന്ന ലോക്കൽ ഡ്രസ്സ് ധരിച്ചുകൊണ്ട് ഖബറിലേക്ക് പോകേണ്ട ഞാൻ, ഒരു തുണിക്ക് മറുതുണി പോലും ഇല്ലാതെ,
ഒരു നഗ്നതയും മറയ്ക്കാതെ ഉമ്മാടെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് വന്ന ഞാൻ, അല്ലേ, ഇതെല്ലാം ഈ ദുനിയാവിലുള്ളതെല്ലാം കൊണ്ടുപോകുമെന്ന് ഞാൻ വ്യാമോഹിക്കേണ്ട. കാരണം എനിക്ക് മുമ്പ് പോയവർ ഒക്കെ വെറും കൈയോടെയാണ് പോയത്, ഒന്നുമില്ലാതെയാണ് പോയത്. നമ്മൾ ചിന്തിച്ചു നോക്ക്, നമ്മുടെ അയലത്ത് നിന്ന്, നമ്മുടെ കൂട്ടുകാരിൽ നിന്ന്, നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ എത്രയെത്ര ആളുകൾ ഖബറുകളിലേക്ക് പോയവർ. എന്താണ് കൊണ്ടുപോയത്? ആ പോയവരുടെ കുപ്പായങ്ങൾ ഇന്നും പല വീടുകളിൽ അലമാരകളിൽ ഇരിക്കുന്നുണ്ട്. ആ ഡ്രസ്സ് ധരിക്കാൻ അവരിന്നില്ല, അവർ ഖബറിലാണ്. അവർ ഖബറിലേക്ക് പോയപ്പോഴോ കേവലം വില കുറഞ്ഞ മയ്യത്ത് തുണി അതും ചുറ്റിയിട്ടാണ് അവർ പോയത്, അല്ലേ? എത്ര കൂടിയ ഡ്രസ്സുകൾ അലമാരയിൽ വെച്ചിരിക്കുന്നു. അത് ധരിച്ചിരുന്നത് മുമ്പൊരാളാണ്, ഇനി അത് ആരെങ്കിലും ഒക്കെ ധരിക്കും, അല്ലെങ്കിൽ എടുത്ത് കളയും, അല്ലെങ്കിൽ വീട്ടിൽ വരുന്ന ഭിക്ഷയ്ക്ക് വരുന്ന ആളുകൾക്ക് അത് കൊടുക്കും, മറ്റാരെങ്കിലും ഒക്കെ ധരിക്കും. ഇതല്ലേ? അപ്പൊ ഡ്രസ്സ് പോലും നമ്മുടേതില്ല. പണം നമ്മുടേതല്ല. എന്തേ പണം? സമ്പാദിച്ച പണങ്ങളൊക്കെ എവിടെ? ഇത്രയും കാലം നമ്മൾ സമ്പാദിച്ചില്ലേ? എത്ര ലക്ഷങ്ങൾ എവിടെ? ആ സമ്പാദിച്ചതൊക്കെ എവിടെ? ഒന്നുമില്ല, എല്ലാം പോയി. വീട് വെച്ച് വാഹനമെടുത്ത്, എന്നാൽ ഈ വീടും വാഹനമൊക്കെ മറ്റാർക്കോ ഉള്ളതാണ്, നമുക്കുള്ളതല്ല. നമ്മൾ പോകുമ്പോ അടുത്ത ആള് താമസിക്കും, ആ ആള് പോകുമ്പോ വീണ്ടും അടുത്ത ആള് താമസിക്കും. ഇതല്ലേ വീടിന്റെ അവസ്ഥ? ഇങ്ങനെ എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് നമുക്കൊന്നുമില്ല, സ്വന്തമായിട്ട് നമുക്കൊന്നുമില്ല എന്ന് ചിന്തിക്കുന്നവന് എങ്ങനെയാണ് കിബർ നടിക്കാൻ കഴിയുക? ശുജായി പാടിയതുപോലെ, പൊട്ടാ നീ മുന്തുള്ളി പിഞ്ചോരക്കട്ട, പിന്നിന്ന് കാഷ്ടം ചുമന്നോരു കൊട്ട. ബഹുമാനപ്പെട്ട ശുജായി പാടുകയാണ്, അല്ലേ? പൊട്ടാ നീ 3 തുള്ളി വെറും ചോരക്കട്ട, ബീജത്തുള്ളി. ആ ബീജത്തുള്ളിയിൽ നിന്ന് നീ ഉണ്ടായി, അല്ലേ? ഇന്നാണെങ്കിലോ നിനക്ക് കണ്ണും കയ്യും കാതും മൂക്കും ഒക്കെ കിളിച്ച് ഒരു മനുഷ്യകോലം ഇന്ന് നിനക്കുണ്ട്. പക്ഷെ നീ അപ്പോഴും നടക്കുമ്പോഴും എന്താണ്? നീ എപ്പോഴും കാഷ്ടം ചുമന്നുകൊണ്ട് നടക്കുന്ന ഒരു കൊട്ടയാണ്. നമ്മുടെ കാണുന്ന മനോഹരമായ വയറ്, ആ വയറിന്റെ അകത്ത് എന്താണ്? കാഷ്ടമാണ്. പിന്നിന്ന് കാഷ്ടം ചുമന്നോരു കൊട്ട. ഇതൊന്നുമല്ലാത്ത മനുഷ്യ, പൊട്ടാ പറ നിന്റെ ഉടൽക്കെന്ത് ബഹുമാനം പൊട്ട. നിന്റെ ശരീരത്തിന് എന്ത് ബഹുമാനം, എന്ത് ബഹുമാനം? 3 ദിവസം കഴിയുമ്പോ ഈ മനോഹരമായ ബോഡി ജീവനങ്ങ് അറ്റുപോകുമ്പോ ഒരു 3 ദിവസം കഴിയുമ്പോ മണത്തു നോക്കണം അതിന്റെ സ്മെല്ല്. ആ പരിസരത്ത് ആരും നിൽക്കൂല. ആ സ്മെല്ല് അടിക്കാതിരിക്കാനാണ് നിന്നെ കൊണ്ട് കവറ് കുഴിച്ച് അതിന്റെ അകത്ത് മൂടുന്നത്. നിന്റേതാണ് ഈ വീട്, ഈ AC സംവിധാനങ്ങളൊക്കെ നിന്റേതാണെന്ന് കരുതി നീ മരിച്ചു കഴിയുമ്പോ നിന്നെ ആരും നിന്റെ വീട്ടിൽ സൂക്ഷിച്ചു വെക്കുമോ? ഇല്ല, ആരും സൂക്ഷിച്ചു വെക്കൂല. പിന്നെ അവിടെ കൊണ്ട് ആർക്കും വേണ്ടാത്ത പള്ളിക്കാട്ടില് ആ കബർ കുഴിച്ച് നിന്നെ അവിടെ കൊണ്ടാണ് കുഴിച്ചിടുക. കാരണം ഇവിടെ വെച്ചാല് സ്മെല്ലടിക്കും, വാടയെടുക്കും, ആളുകൾക്ക് ആരും നിന്റെ അരികിലേക്ക് വരൂല. അസഹ്യമായ സ്മെല്ലാണ്, ഇല്ലേ? അപ്പോ ശുജായി ചോദിക്കുകയാണ്, ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ എങ്കില് പൊട്ടാ പറ നിന്റെ ഉടൽക്കെന്ത് ബഹുമാനം പൊട്ട. നീ എന്തിനിത്ര വലിയ സംഗതിയായിട്ട് നിന്റെ നഫ്സിനെ, നിന്റെ ശരീരത്തിനെ നീ കാണുന്നു? അപ്പൊ അതുകൊണ്ട് കിബർ നടിക്കാൻ പാടില്ല. ഒരാളും ഒരു തരത്തിലുള്ള കിബറും പാടില്ല. അണുമണി എന്നാണ് മുത്തുനബി തങ്ങൾ പറഞ്ഞ അണുമണി. വലിയ ബോള് കണക്ക് അല്ലെങ്കിൽ വലിയ കൊട്ടക്കണക്ക് കിബറൊന്നും വേണ്ട പരാജയപ്പെട്ടു പോകാൻ. അണുമണി കിബർ മതി. ഒരു ശകലം കിബർ നിന്റെ മനസ്സിൽ വന്നാൽ മതി. എന്തേ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. ആരാണ് ഇബ്ലീസ്? ഇബ്ലീസ് ജിന്നുകളുടെ അബുൽ ജിന്നി, ജിന്നുകളുടെ പിതാവ്, അല്ലേ? ഇബ്ലീസ് എന്താ വിവരമില്ലാത്ത ആളാ? നല്ല വിവരമുള്ള ആളാ.
നല്ല വിവരമുള്ള ആളാണ്. മലായിക്കത്തുകൾക്കിടയിൽ ജീവിച്ച് മലക്കുകളോട് സഹവസിച്ച് മലക്കുകൾ പോലും റെസ്പെക്ട് ചെയ്തിരുന്ന ഒരാളായിരുന്നു ലഅനത്താക്കപ്പെട്ട ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. അവൻ എന്തുകൊണ്ടാണ് അല്ലാഹു തആല ഈ രൂപത്തിൽ ശപിക്കപ്പെട്ടവനാക്കിയത്? അല്ലാഹു മനുഷ്യനാകുന്ന ആദം നബി അലൈഹിസ്സലാമിനെ പടച്ച് ആദമിന് ഒന്ന് ബഹുമാനിക്കാൻ പറഞ്ഞു മലക്കുകളോടൊക്കെ. എങ്ങനെയാ ബഹുമാനിക്കേണ്ടത്? എല്ലാവരും ആദമിനൊരു സുജൂദ് ചെയ്യാൻ പറഞ്ഞു. എല്ലാ മലക്കുകളും സുജൂദ് ചെയ്തു. ഇല്ലാ ഇബ്ലീസ് അബാ വസ്തക്ബറ. ഖുർആനിൽ കാണാം ഇബ്ലീസ് എന്തുകൊണ്ട് സുജൂദ് ചെയ്തില്ല? അബാ, അവൻ സുജൂദ് ചെയ്യാൻ വിസമ്മതിച്ചു. വസ്തക്ബറ, അവൻ കിബ്ർ നടിച്ചു. ഇബ്ലീസ് എന്ത് നടിച്ചു? കിബ്ർ നടിച്ചു. ഇബ്ലീസ് ആകെ ചെയ്ത തെറ്റെന്താണ്? കിബ്ർ നടിച്ചു. അവൻ വ്യഭിചരിച്ചതോ അവൻ മോഷ്ടിച്ചതോ ഇബ്ലീസ് കട്ടതോ ഒന്നുമല്ല. ഇബാദത്തിനൊന്നും ഒരു കുറവും വരുത്തിയിട്ടില്ല. നിസ്കാരത്തിനും തസ്ബീഹിനും ഒന്നും ഒരു കുറവും വരുത്തിയിട്ടില്ല. നമ്മളൊക്കെ കരുതും ഇബ്ലീസ് നിസ്കരിക്കാത്തത് കൊണ്ടാണോ ഇബ്ലീസ് ആയത്? നോമ്പെടുക്കാത്തത് കൊണ്ടാണോ? ഹജ്ജ് ചെയ്യാത്തത് കൊണ്ടാണോ? അല്ല. ഇബ്ലീസിനെ പോലെ ഇബാദത്ത് ചെയ്തിരുന്ന മറ്റൊരു പടപ്പ് വേറെ ഏതാണ് ദുനിയാവിൽ ഉണ്ടായിരുന്നത്? നല്ല ഇബാദത്ത് ചെയ്യുമായിരുന്നു. ഇബ്ലീസ് ആകെ ചെയ്തൊരു തെറ്റ് എന്താണ്? കിബ്ർ നടിച്ചു. വസ്തക്ബറ, കിബ്ർ നടിച്ചു. എന്തായിരുന്നു ഇബ്ലീസ് കിബ്ർ നടിച്ചത്? ഇബ്ലീസ് റബ്ബിനോട് പറഞ്ഞു, ആദ്യം മനസ്സിൽ കരുതി എന്താണ്? കേവലം മണ്ണുകൊണ്ട് പടച്ച ആദമിന് തീ കൊണ്ട് പടയ്ക്കപ്പെട്ട ഞാൻ എന്തിന് സുജൂദ് ചെയ്യണം? അതാണ് അവന്റെ അഹങ്കാരം. വലുതായി തോന്നിച്ചു. മറ്റതിനേക്കാൾ ഞാൻ കുറച്ച് മെച്ചമാണ്, കേമനാണ് എന്ന് ചിന്തിച്ചു. ഇതല്ലേ കിബ്ർ എന്ന് പറയാ? അവനെക്കാട്ടിലും ഞാൻ ഉഷാറാണ്, അവനെക്കാട്ടിലും ഞാൻ മെച്ചമാണ്, അവനെക്കാട്ടിലും ഞാൻ കൊള്ളാം. ഒരു യോഗം കൂടുമ്പോ ആ യോഗത്തിൽ ഏറ്റവും നന്നായിട്ട് സംസാരിക്കുന്നത് ഞാനാണ്. നാലാള് കൂടുമ്പോ അവരുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ. ഞാനുണ്ടെങ്കിൽ അത് നടക്കുള്ളൂ. ഇതല്ലേ കിബ്ർ എന്ന് പറയാ? ഞാനുണ്ടെങ്കിൽ ആ മീറ്റിംഗ് നടക്കുള്ളൂ, നല്ല രീതിയിൽ പോവുള്ളൂ. കാരണം അവിടെ സംസാരിക്കാൻ അറിയാവുന്ന എനിക്ക് മാത്രമേ ഉള്ളൂ. ഞാൻ വേണം അധ്യക്ഷനാകാൻ, ഞാൻ വേണം ഉദ്ഘാടനം ചെയ്യാൻ, ഞാൻ വേണം സ്വാഗതം പറയാൻ. ഇതാണ് കിബ്ർ. ഈ ഞാൻ എന്ന ആ ഒരു ചിന്തയാണ് കിബ്ർ. ഞാൻ എന്ന ചിന്ത വരുമ്പോ മറ്റുള്ളവരെ നിസ്സാരപ്പെടുത്തലാവും. എന്നെ മഹത്വപ്പെടുത്തലും മറ്റുള്ളവരെ ഞാൻ നിസ്സാരപ്പെടുത്തലുമാവും. അപ്പോഴാണ് കിബ്ർ സംഭവിക്കുക. അവിടെയാണ് ഇബ്ലീസിനും സംഭവിച്ചത്. ആദം നബി അലൈഹിസ്സലാമിനെ നിസ്സാരനായി കണ്ടു. അതിനെക്കാട്ടിലും മെച്ചമാണ് ഞാൻ എന്ന് അവൻ കരുതി. അല്ലാഹു തആല അവനെ സ്വർഗത്തിൽ നിന്ന് ആട്ടി പുറത്താക്കി. ഫഖ്റുജ് മിൻഹാ, ഇറങ്ങടാ പുറത്ത്, ഇന്നക റജീം, നീ എന്നുമെന്നും കാലാകാലം ശപിക്കപ്പെട്ടവനാണ്. ഇറങ്ങി. നീ നിസ്കരിക്കാത്തതിന്റെ പേരിലാ? നോമ്പെടുക്കാത്തതിന്റെ പേരിലാ? അല്ലല്ലോ, കിബ്ർ നടിച്ചതിന്റെ പേരിൽ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുത്തുമുഅ്മിനീങ്ങളെ, നരകത്തിൽ വിചാരണയൊന്നുമില്ലാതെ ഖബറിൽ നിന്ന് ഡയറക്റ്റ് നരകത്തിലേക്ക് പോകുന്ന 6 വിഭാഗം ആളുകളിൽ മൂന്നാമത് പൊന്നാര മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചത് വദ്ദഹാഖീനു ബിത്തകബ്ബുർ, കിബ്ർ കാരണത്താൽ നാട്ടുമൂപ്പന്മാരായ, നാട്ടിലെ നേതാക്കന്മാരായ ആളുകൾ കിബ്ർ കാരണത്താൽ അവർ വിചാരണയൊന്നുമില്ലാതെ ഖബറിൽ ഡയറക്റ്റ് നരകം, ആ നരകത്തിലേക്ക് കടക്കും. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ വിചാരണ നടത്താത്തത്? വിചാരണ നടത്തുമ്പോ അവന്റെ നിസ്കാരം ഉണ്ടാവും, അവൻ നോമ്പെടുത്തിട്ടുണ്ടാവും, അവൻ ഹജ്ജ് ചെയ്തിട്ടുണ്ടാവും, അതൊക്കെയും പറയും അല്ലേ? എന്നാൽ ആ നിസ്കാരത്തെക്കാട്ടിലും അവന്റെ നോമ്പിനെക്കാട്ടിലും കിട്ടുന്ന പ്രതിഫലത്തെക്കാൾ വലിയ കഠിനമായ ശിക്ഷയാണ് കിബ്റുള്ള ആളുകൾക്ക് ആഖിറത്തിൽ കിട്ടുക.
ആ കിബിറിന്റെ ശിക്ഷയുടെ മുമ്പിൽ വെച്ച് നോക്കുമ്പോ അവന്റെ നിസ്കാരമൊന്നുമല്ല, അവന്റെ നോമ്പും സക്കാത്തും ഹജ്ജും ഒന്നുമല്ല. അതിനേക്കാൾ എത്രയോ ഭീമമാണ്, എത്രയോ ഭയാനകമാണ് അവൻ ചെയ്ത തിന്മയുടെ ഫലം. ചെയ്ത തിന്മ എന്താണ്? കിബിർ നടിച്ചു. അതാണ് അവൻ ചെയ്ത തിന്മ. ആ തിന്മയുടെ തൂക്കം വെച്ച് നോക്കുമ്പോൾ മറ്റു നന്മകളൊന്നുമല്ല. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. റബ്ബിനോട് എപ്പോഴും ദ്വാരക്കണം, റബ്ബേ ഞങ്ങളുടെ ഖൽബിൽ കിബർ നൽകല്ലേ അല്ലാ. ആഖിറത്തിന്റെ സുഖങ്ങളെ നഷ്ടപ്പെടുത്തി കളയുന്ന, സ്വർഗത്തിനെ തൊട്ട് തടയപ്പെടുന്ന കിബർ പോലെയുള്ള ഖൽബിയായ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ. റബ്ബിനോട് സദാ സമയം ദ്വാരക്കണം. ഇന്നത്തെ ഈ ഹദീസ് ക്ലാസ്സിൽ ഈ 2ഉം 3ഉം കാര്യം മാത്രമേ ഇന്ന് പറയുന്നുള്ളൂ. ഇൻഷാ അല്ലാഹ് ബാക്കി നാളെ പറയും. അല്ലാഹു തആല നമുക്ക് ചിന്തിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.